നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ ഒന്നിലധികം ജമാഅത്തായിട്ട് 11 റക്അത്തും മറ്റും നമസ്കരിച്ച് പോകാറുണ്ടായിരുന്നു. അവിടെ എത്ര റക്അത്ത് എന്നത് കൃത്യമായി നിജപ്പെടുത്തിയ ഉള്ള റിവായത്തുകൾ കാണുക ബുദ്ധിമുട്ടാണ് താൻ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് വ്യത്യസ്ത ജമാഅത്തുകൾ ഏകീകരിച്ചപ്പോൾ ഉബയ്യ് ഇബ്നു കഅബിനെയും തമീമു ദാരിയെയും ഇമാമാക്കിയപ്പോൾ 11 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അവരങ്ങനെ 11 റക്അത്ത് നമസ്കരിച്ചിരുന്നു. ആ നമസ്കാരത്തിന്റെ അവസാനത്തിൽ ഉബയ്യ് ഇബ്നു കഅബ് അല്ലെങ്കിൽ തമീമു ദാരി മാറി മാറി ഇമാം നിൽക്കും. ഒരു കാര്യത്തിൽ മാറും എന്നൊക്കെ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഒരു ദിവസം ഉബയ്യാണെങ്കിൽ മറ്റൊരു ദിവസം തമീമു ദാരി അങ്ങനെ മാറി നിൽക്കാറുണ്ട്. അങ്ങനെ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന്റെ അവസാനത്തിൽ അവർ ഖുനൂത്ത് ചെയ്യാറുണ്ട്. ആ ഖുനൂത്ത് അവർ ചെയ്യാറുണ്ടായിരുന്നത് അധികവും അതിൽ ശ്രേഷ്ഠമായിട്ടുള്ളതും റിവായത്തുകൾ സ്വഹീഹായി വന്നിട്ടുള്ളതും റുക്കൂഇലേക്ക് പോകുന്നതിന് മുമ്പ് ഖിറാഅത്ത് അവസാനിച്ചതിന് ശേഷമാണ്. ഫാത്തിഹ ഓതുന്നു, പിന്നെ സൂറത്ത് ഓതുന്നു. സൂറത്ത് ഓതി ഖിറാഅത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഖുനൂത്ത് ഓതാറുള്ളത്. അങ്ങനെ ഖുനൂത്ത് ഓതുന്ന സന്ദർഭത്തിൽ ഉബയ്യ് ഇബ്നു കഅബ് കൈ ഉയർത്തിയതായിട്ട് ചില ആസാറുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നിരുന്ന ആളുകൾ കൈ ഉയർത്തിയതായിട്ടും ആമീൻ പറഞ്ഞതായിട്ടും സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവർ നടത്തിയിരുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതായി ഉദ്ധരിക്കപ്പെടുന്ന അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലി ഫീമാ അഅതൈത് വഖനി ശർറ മാ ഖളൈത് ഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക് ഇന്നഹു ലാ യദില്ലു മൻ ളാലൈക് വലാ യഉസ്സു മൻ ആലൈക് തബാറക്ത വതആലൈക് ലാ മൻജാ മിൻക ഇല്ലാ ഇലൈക് അതിനുശേഷം പിന്നീട് ഉബയ്യ് ഇബ്നു കഅബ് അല്ലെങ്കിൽ തമീമു ദാരി ഇമാമ് നിൽക്കുമ്പോൾ അവർ ഇതുകൂടി പറയാറുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ ഉമ്മി. അതിനുശേഷം പിന്നീട് അവർ റുക്കൂഇലേക്ക് പോകും. ഇത് ഈ ഖുനൂത്ത് ഇവിടെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം, ഹസൻ റളിയല്ലാഹു തആല അന്ന് ബുദ്ധിയില്ലാത്ത ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഒരു റിവായത്തായി പറയാൻ പറ്റാത്ത കാലത്ത് നബി പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് ബലം പോരാഞ്ഞ് ബലം ഉണ്ടെങ്കിൽ തന്നെ നബി പഠിപ്പിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ, അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കത് ബാധകല്ല. ഇവരെ സംസാരം കേട്ടാൽ ഒരു മാതിരി അവസ്ഥ തോന്നും. അലി ഇബ്നു അബീ ത്വാലിബിന് ഹസൻ എന്ന് പറയുന്ന റളിയല്ലാഹു തആല അൻഹു വർള അങ്ങനെയുള്ള റൈഹാനത്തിൽപ്പെട്ട ഒരു മകൻ പിറന്നിട്ടില്ലെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം രാത്രി നമസ്കാരം ഒറ്റയാക്കുന്ന അവസാനത്തെ ഒറ്റ റക്അത്ത് നിസ്കരിക്കുന്ന ആ റക്അത്തിൽ വിത്റിൽ ഖുനൂത്ത് ഓതി എന്ന കാര്യം സാബിത്ത് വറാസിഖ് റുസൂഖൽ ജിബാൽ, മല ഉറച്ചതുപോലെ ഉറച്ചു നിൽക്കുന്ന റിവായത്തുകളുണ്ട്. എന്തിനാ പേടിക്കുന്നത്? ഇവരാകെ ഈ ഒരൊറ്റ റിവായത്ത് മാത്രം കണ്ടിട്ടുള്ളൂ. ഏറ്റവും ഒടുവിലായിട്ടൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഉമർ ബാസമൂൽ എന്ന് പറഞ്ഞിട്ട് ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലുള്ള ഈ കുല്ലിയത്ത് ദഅവ ഉസൂലുദ്ദീനിൽ പഠിപ്പിക്കുന്ന നല്ല ഒരു ബാഹിസായിട്ടുള്ള ഒരു താലിബുൽ ഇൽമ് പെട്ടിട്ടുള്ള നല്ലൊരാളുണ്ട്. അദ്ദേഹം തന്നെ ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകൾ മുഴുവനും ക്രോഡീകരിച്ചു. നല്ല അദ്ദേഹത്തിന് കിട്ടിയത് മുഴുവൻ ക്രോഡീകരിച്ചു. ആ ജുസ്ഇലൂടെ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. ബാക്കി കിതാബ് തെരഞ്ഞെടുക്കാൻ നമുക്ക് നേരമില്ലല്ലോ. നമുക്ക് ആ നേരത്ത് വേറൊരുപാട് പണികളുണ്ട്. എന്തൊക്കെ പണികളുണ്ട്? അവിടെ ഈ കേരളം മുഴുവനും നമ്മൾ തന്നെ കൊണ്ടുനടക്കണം. അവിടെ ഒരു ഇത് നടന്നാൽ, ഇവിടെ ഒരു പ്രശ്നം നടന്നാൽ ഇതൊക്കെ നമ്മൾ തന്നെ കൊണ്ടുനടക്കുന്നത്. ഇതിനിടയ്ക്ക് കിതാബ് നോക്കാൻ ഈ ആളുകൾക്ക് എവിടെ സമയം? അങ്ങനെ സമയമില്ലാത്ത ആൾക്കാർ നന്ന ചുരുങ്ങിയത് ഇങ്ങനെയുള്ള പാഠ്യങ്ങൾ എഴുതുന്ന ജുസെങ്കിലും ഒന്ന് കാണണം. ആ ജുസ് നിങ്ങൾ എടുത്തു നോക്കൂ. അതിൽ എത്രയാണ് റിവായത്തുകൾ? ചിലത് ദഈഫാണ്, ചിലത് സഹീഹാണ്. സഹീഹായ റിവായത്തുകൾ തന്നെ അതിൽ ധാരാളമുണ്ട്. പിന്നെ ആ വിഷയത്തിൽ സഹീഹല്ലാത്തതുണ്ട്. അപ്പോ അത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഒഴിച്ചു നിർത്തിയാൽ തന്നെ അങ്ങനെ ഒരു പുത്രൻ, അങ്ങനെ ഒരു പൗത്രൻ നബിക്ക് ജനിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഇത് അല്ലാഹുവിന്റെ ശർആണ്, അല്ലാഹുവിന്റെ ദീനാണ്. അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. അതിൽ ചൊല്ലുന്ന എല്ലാ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ഖുനൂത്ത് നടത്തിയിരുന്നതായ റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സഹാബത്ത് നടത്തിയതായി വന്നിട്ടുണ്ട്. സഹാബത്തിൽ നിന്ന് എല്ലാ ദിവസവും ഖുനൂത്ത് നടത്തുന്ന സ്വഭാവക്കാരുണ്ടായിരുന്നു. ഇടക്ക് നടത്തുന്നവരെ ഇടക്കൊഴിവാക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇത് രണ്ടും റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നരവട്ട ദിവസങ്ങളിൽ വിത്റിൽ ഖുനൂത്ത് നടത്തുന്ന ആളുകളുണ്ടായിരുന്നു. ഉബയ്യ് ഇബ്നു കഅബിനെയും തമീമു ദാരിയെയും ഇമാമാക്കി വെച്ച സമയത്ത്
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആജ്ഞപ്രകാരം അവർ ഇമാമസ്കരിക്കുമ്പോൾ അവർ ഖുനൂത്ത് ഓതിയിരുന്നു. ഓതിയപ്പോ ഇത്ര വരെ ഈ ഇതിന്റെ അവസാനത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ ഉമ്മി എന്ന സ്വലാത്തും കൂടി ചൊല്ലിയിരുന്നു. അവർ കൈകൾ ഉയർത്തിയിരുന്നു, പിന്നിലുള്ള ആളുകൾ കൈകൾ ഉയർത്തിയിരുന്നു. അത് ഇങ്ങനെയുള്ള ഈ ദുആക്ക് വേണ്ടിയിട്ട് കൈ ഉയർത്തുന്നത് ഒന്ന് താഴ്ത്തിപ്പിടിക്കുന്നതുണ്ട്, മറ്റൊന്ന് ഈ ഉയർത്തിൽ പിടിക്കുന്നതുണ്ട്, മറ്റൊന്ന് വളരെയധികം കക്ഷം ശരിക്കും വെളിവാകുന്നതിനൊത്ത് ഉയർത്തിപ്പിടിക്കുന്നതുണ്ട്. അവര് ഈ ലെവലിൽ പിടിക്കുന്ന പിടുത്തമാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ വിശദാംശങ്ങളും റിവായത്ത് ചെയ്യപ്പെട്ടതാണ്. അത് സലാം വീട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, മൂന്നാമത്തേത് അല്പം നീട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഖിയാമുൽ ലൈൽ. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക.